തിരുപ്പതി തിരുമല വെങ്കടേശ്വര ക്ഷേത്രത്തിൽ പ്രസാദമായി നൽകിയിരുന്ന ലഡുവിൽ മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ചിരുന്നതായി ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു. വൈഎസ്ആർ കോൺഗ്രസ് ഭരണകാലത്താണ് നെയ്യ് ഉപയോഗിക്കുന്നതിന് പകരം മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ച് ലഡു നിർമ്മിച്ചിരുന്നതെന്നാണ് ചന്ദ്രബാബു നായിഡു ആരോപിക്കുന്നത്. അതേസമയം നായിഡുവിൻ്റേത് രാഷ്ട്രീയ ആരോപണം മാത്രമാണെന്നാണ് വൈഎസ്ആർ കോൺഗ്രസിന്റെ നിലപാട്. വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദൻ, ഇതിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്ന് വൈഎസ്ആർ കോൺഗ്രസ് ഒരു പ്രതിരോധം തീർക്കുന്നുണ്ട്. പക്ഷേ വളരെ ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, ഇപ്പോൾ ഈ ഒരു സർക്കാരിൻ്റെ ഭരണകാലത്ത് ഈ നെയ്യിൻ്റെ ഗുണനിലവാരം കൃത്യമായി പരിശോധിച്ച് മാത്രമാണ് ലഡു തയ്യാറാക്കുക എന്നൊരു ഉറപ്പുകൂടി മുഖ്യമന്ത്രി ഇത്തരത്തിൽ അവിടെ കോടിക്കണക്കിന് വരുന്ന ഭക്തർക്ക്, തിരുപ്പതി വെങ്കടേശ്വരൻ്റെ ഭക്തർക്ക് നൽകിയിട്ടുണ്ട് എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ലക്ഷ്മി, ഇന്നലെ അമരാവതിയിൽ BJPയുടെ NDAയുടെ നിയമസഭാ കക്ഷി യോഗം ചേർന്നപ്പോഴാണ് ചന്ദ്രബാബു നായിഡു ഇത്തരമൊരു ഗുരുതര ആരോപണം ഉന്നയിച്ചത്. അതായത് വൈഎസ്ആർ കോൺഗ്രസ് ആന്ധ്രാപ്രദേശ് ഭരിക്കുന്ന കാലത്ത് അന്ന് തിരുപ്പതി ദേവസ്വം ഭരിച്ചിരുന്നത് വൈഎസ്ആർ കോൺഗ്രസുമായി ആഭിമുഖ്യമുള്ള വ്യക്തിയാണ്. അവർ അന്ന് അവിടെ നിർമ്മിച്ചിരുന്ന ലഡു അതിൽ ഉപയോഗിച്ചിരുന്നത് മൃഗങ്ങളുടെ കൊഴുപ്പാണ് എന്നുള്ളതാണ് പ്രധാനമായും മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു ചൂണ്ടിക്കാണിച്ചത്. അതായത് ശുദ്ധമായ പശുവിൻ്റെ നെയ്യ് ഉപയോഗിക്കേണ്ട സ്ഥാനത്ത് മൃഗങ്ങളെ കൊന്ന് അതിനെ ഉരുക്കി അതിൻ്റെ നെയ്യ് ഉപയോഗിച്ചായിരുന്നു ഭഗവാന് തിരുപ്പതി വെങ്കടേശ്വരന് നേദിച്ചിരുന്ന ലഡുവും ഭക്തർക്ക് അവിടെ നിന്നും പ്രസാദമായി നൽകിയിരുന്ന ലഡുവും നിർമ്മിച്ചിരുന്നത് എന്നുള്ള ആരോപണമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ അവസ്ഥകൾ പൂർണ്ണമായി മാറിയിരിക്കുന്നു. ഇപ്പോൾ ഈ നെയ്യടക്കമുള്ള മറ്റ് വസ്തുക്കളുടെ ഗുണനിലവാരം കൃത്യമായി പരിശോധിച്ച ശേഷം മാത്രമാണ് ഈ ലഡു നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നതെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഏതായാലും മുഖ്യമന്ത്രിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് കോടികളോട് കാണിച്ച വിശ്വാസവഞ്ചനയാണ് വൈഎസ്ആർ കോൺഗ്രസിൻ്റേതെന്നുള്ളതാണ് IT മന്ത്രി, അവിടുത്തെ ആന്ധ്രാപ്രദേശിലെ സംസ്ഥാന IT മന്ത്രി നരൻ ലോകേഷ് വ്യക്തമാക്കിയത്. ഹൈന്ദവ സംഘടനകളും ഇതിനോടകം തന്നെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നുണ്ട്. ഏതായാലും വലിയ ഗുരുതരമായ ആരോപണം തന്നെയാണ്. അതേസമയം ഈ ആരോപണങ്ങളോട് വൈഎസ്ആർ കോൺഗ്രസ് കാര്യമായി പ്രതികരിച്ചിട്ടില്ല. ഇത് വൈഎസ്ആർ കോൺഗ്രസിനെതിരെ ഉയർന്നു വന്നത് അത് കേവലം രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ് ചില കോണുകളിൽ നിന്നും വൈഎസ്ആർ കോൺഗ്രസ് ഉയർത്തുന്നത്. അതേസമയം ഈ വാർത്തകളോടൊക്കെ തന്നെ മുഖം തിരിഞ്ഞു നിൽക്കുവാനും വൈഎസ്ആർ കോൺഗ്രസ് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും ഹൈന്ദവ സംഘടനകൾ ശക്തമായ പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് ദുരുദ്ദേശപരമാണ്, രാഷ്ട്രീയ ലാക്കോടെയാണെന്നൊക്കെ വൈഎസ്ആർ കോൺഗ്രസ് ഒരു പ്രതിരോധം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തീർക്കുന്നുണ്ടെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണത്തിലേക്ക് കടക്കും എന്നുള്ള അങ്ങനെ എന്തെങ്കിലും സൂചനകൾ കിട്ടുന്നുണ്ടോ ഇപ്പോഴത്തെ സർക്കാർ? അങ്ങനെ എന്തെങ്കിലും സൂചന ഉണ്ടോ നന്ദൻ? ലക്ഷ്മി, നേരത്തെ തിരുമല ദേവസ്വം അല്ലെങ്കിൽ തിരുപ്പതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പല ആരോപണങ്ങളും നിലനിന്നിരുന്നു. പ്രത്യേകിച്ച് അവിടെ മതം മാറ്റമടക്കം ക്രിസ്തീയ വിഭാഗത്തിലേക്ക് അവിടെ എത്തുന്ന വിശ്വാസികളെ മതം മാറ്റുവാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിന് നേതൃത്വം നൽകുന്നത് അവിടുത്തെ ഭരണസമിതി അല്ലെങ്കിൽ ദേവസ്ഥാനത്തിൻ്റെ അധികൃതരാണ് എന്നുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തെളിവുകളും മറ്റും ലഭിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈന്ദവ സംഘടനകളും മറ്റും വലിയ പ്രതിഷേധമായിരുന്നു ഈ വൈഎസ്ആർ കോൺഗ്രസ് ഭരണകാലത്ത് ഈ ദേവസ്വത്തിനെതിരെ ഉയർത്തിയിരുന്നത്. ഏതായാലും ഇപ്പോൾ ചന്ദ്രബാബു നായിഡു സർക്കാർ അധികാരത്തിൽ വന്നതിൽ പിന്നെ സമഗ്രമായ മാറ്റമാണ് ഇപ്പോൾ ക്ഷേത്രത്തിലും അതുമായി ബന്ധപ്പെട്ട മറ്റ് പ്രവർത്തനങ്ങളിലും നടത്തിവരുന്നത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഒരു ദിവസം ഏതാണ്ട് 2.5 ലക്ഷത്തിലധികം ലഡുവാണ് ഈ തിരുപ്പതി ദേവസ്ഥാനത്ത് നിർമ്മിക്കുന്നത്. അതിന് പേറ്റന്റ് കിട്ടിയിട്ടുണ്ട്. 2007 തപാൽ വകുപ്പിൻ്റെ സ്റ്റാമ്പിൽ ഈ ലഡു ഉൾപ്പെട്ടിരുന്നു. ലോകമാകെ പ്രശസ്തമാണ് തിരുപ്പതി ലഡു എന്ന് പറയുന്നത്. ആ ലഡുവിലാണ് വിശ്വാസവഞ്ചന കാണിച്ചത്. അത് വൈഎസ്ആർ കോൺഗ്രസ് ആണ് അതിൽ വിശ്വാസവഞ്ചന കാണിച്ചത് എന്നുള്ളതാണ് പ്രധാനമായും ചന്ദ്രബാബു നായിഡു അടക്കം ഉയർത്തുന്ന ആക്ഷേപം. വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഈ തിരുപ്പതി ദേവസ്ഥാനവുമായി ബന്ധപ്പെട്ട് പല അഴിമതികളും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഒരു അന്വേഷണം ഇപ്പോൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും ഈ ലഡുവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ചാണ് ക്ഷേത്രത്തിലെ നിവേദ്യത്തിനും ഭക്തർക്ക് പ്രസാദം നൽകുന്ന ലഡു നിർമ്മിച്ചത് എന്നുള്ള ആരോപണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം ഉണ്ടാകുമോ എന്നുള്ളത് ഇനി മുഖ്യമന്ത്രി തന്നെ വെളിപ്പെടുത്തണം. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് തിരുപ്പതി ദേവസ്വവുമായി ബന്ധപ്പെട്ട് ഇത്തരം ഉയർന്ന ആരോപണങ്ങളിൽ ഒരു സമഗ്രമായ അന്വേഷണം ഒരു കോണുകളിൽ നടക്കുന്നുണ്ട്. ഒരുപക്ഷെ ആ അന്വേഷണത്തിൽ ഈ ഒരു വിഷയം ഉൾപ്പെട്ടേക്കാമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്.